ഹായ് സ്റ്റുഡൻസ്, മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടുവിൻ്റെ മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പഠിച്ചത് ജനറൽ സൊല്യൂഷൻസ് പഠിച്ചു, അതായത് പ്രിൻസിപ്പൽ വാല്യൂസ് പഠിച്ചു, അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. പിന്നെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നായിരുന്നു, ഹോംവർക്ക് ആയിട്ട് തന്നായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. അപ്പോൾ ഈ സെഷനിൽ നിന്നായിരിക്കും നിങ്ങളുടെ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ട്രിഗണോമെട്രി ആണ് പഠിക്കുന്നത്. അപ്പോൾ ട്രിഗണോമെട്രിയിൽ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ട്രിഗണോമെട്രിയിൽ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ച് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ വളരെ ചെറിയ ഇക്വേഷൻ മാത്രമേ നിങ്ങൾ ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനകത്ത് പഠിക്കേണ്ടി വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനാണ്, ഓക്കെ, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2. ഓക്കെ, അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2 എന്നുള്ളത് ഒരു ഇക്വേഷനാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണത്. അടുത്ത ഇക്വേഷൻ ഓക്കെ, അതായത് സൈനും കോസും ആണ് ബന്ധം. സൈനും കോസും ആണ് ബന്ധം. അടുത്തത് ടാനും കോട്ടുമാണ് ബന്ധം, കാരണം റെസിപ്രോക്കലിന് തമ്മിലാണ് ഇവിടെ ഇൻവേഴ്സിനകത്ത് ബന്ധം. ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2. അടുത്തത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2. ഓക്കെ, കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2. അപ്പം ഈ 3 ഇക്വേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 3 ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഇക്വേഷൻ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഓക്കെ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ. അതായത് രണ്ട് ടാൻ തമ്മിൽ കൂട്ടുന്നു, ഇൻവേഴ്സ് തമ്മിൽ കൂട്ടുന്നു, ടാൻ ഇൻവേഴ്സ് എക്സും ടാൻ ഇൻവേഴ്സ് വൈ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നടുക്ക് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ മേളിൽ എന്ത് വരും? പ്ലസ് വരും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ താഴെ എന്ത് വരും? മൈനസ് വരും, 1 മൈനസ് എക്സ് വൈ. ഇനി ഇവിടെ മൈനസ് ആണെന്നുണ്ടെങ്കിലോ, ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ആണെന്നുണ്ടെങ്കിലോ എന്ത് വരും? ഇവിടെ മേളിൽ മൈനസും താഴെ പ്ലസ് വരും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് വൈ. അടുത്തത് 2 ഇൻവേഴ്സ് എക്സ്. ഓക്കെ, 2 ടാൻ ഇൻവേഴ്സ് എക്സ്. 2 ടാൻ ഇൻവേഴ്സ് എക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് തന്നെയാണ്. അതായത് ഇത് ചെയ്യാൻ ഇക്വേഷൻ ഉപയോഗിക്കും, ഈ ഇക്വേഷൻ ഉപയോഗിക്കും. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ, വൈന് വരെ ഇവിടെ എക്സ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എക്സ്, അതായത് 2x ഡിവൈഡ് ബൈ 1 മൈനസ് എന്ത് വരും? എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. അങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നത്. ഓക്കെ ഓക്കെ, അല്ലാതെ പ്രത്യേക ഇക്വേഷൻ ഒന്നും അല്ല. അപ്പം ഇത് പഠിച്ചു വെക്കുക. 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇനി 2 ടാൻ ഇൻവേഴ്സ് എക്സിന് വേറൊരു ഫോർമുലകളുണ്ട്. 2 ടാൻ ഇൻവേഴ്സ് എക്സിന് സൈനകത്തുള്ള ഫോർമുലയുണ്ട്. സൈനകത്തുള്ള ഫോർമുല എന്താണ്? സൈനകത്തുള്ള ഫോർമുല 2x സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ 2 ടാൻ ഇൻവേഴ്സ് എക്സിന് ടാനിനകത്തുള്ള ഫോർമുലയുണ്ട്, സൈനകത്തുള്ള ഫോർമുലയുണ്ട്. അപ്പോൾ 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അടുത്തത് 2 ടാൻ ഇൻവേഴ്സ് എക്സിന് കോസിനകത്തുള്ള ഫോർമുലയാണ് ഇവിടെ എഴുതി ചെയ്യുന്നത്. 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു കോസിനകത്തുള്ള ഫോർമുല പറഞ്ഞേ? 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് കോസിനകത്തുള്ള ഫോർമുല. അടുത്തത് 2 ടാൻ ഇൻവേഴ്സ് എക്സ്, ഇത് ടാനിനകത്തുള്ള ഫോർമുല തന്നെയാണ്. ഓക്കെ, ഇത് നേരത്തെ ഈ ഫോർമുല തന്നെയാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഈ 1 2 3 4 5 ഫോർമുലേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, എന്നാലും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഷോ ദാറ്റ് സൈൻ ഇൻവേഴ്സ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് ഷോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ
റിലേഷൻ ഫംഗ്ഷൻ അതൊക്കെ കുറെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇതെന്താ ഷോ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻ വരുമ്പോൾ മിക്കവാറും ഷോ ദാറ്റ് എന്നായിരിക്കും അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ എക്സ് ഉണ്ടെങ്കിൽ ആ എക്സിന് ചില വാല്യൂസ് ഇട്ട് കൊടുക്കും. അതാണ് റൂള്. ഓക്കെ, അതായത് എക്സിന് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള വാല്യൂസ് പുട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ കണക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് എക്സിന് എന്ത് ഈ സംഭവം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ LHS അല്ലേ ഇത്, LHS എടുത്തു കഴിഞ്ഞാൽ ഈ എക്സിന് ഞാൻ എന്ത് കൊടുക്കും, എക്സിന് ഞാൻ എന്ത് കൊടുക്കുമെന്ന് അറിയാം. ഓക്കെ, നമുക്ക് എക്സിന് ഇപ്പം സൈൻ തീറ്റ കൊടുത്തു നോക്കാം. ഓക്കെ, എക്സിന് എന്ത് കൊടുത്തു നോക്കാം, സൈൻ തീറ്റ കൊടുത്തു നോക്കാം. സൈൻ തീറ്റയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഇട്ട് കൊടുത്തു നോക്കാം, പുട്ട് ചെയ്യാം. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 2 ഇൻറ്റു എക്സിന് പകരം സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ നിങ്ങളിത് പഠിച്ചിട്ടില്ലേ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പം റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ വരും. റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ റൂട്ടിന് വെളി വരുമ്പം വെറും കോസ് തീറ്റ. ഓക്കെ, അപ്പൊ നമുക്കിത് സ്റ്റെപ്പാക്കി എഴുതേണ്ടതൊന്നും സമയമില്ല. നിങ്ങൾ +2 ആയി, അപ്പം കറക്റ്റായിട്ട് എന്ത് എഴുതണം, കോസ് തീറ്റ എഴുതിപ്പോൾ ഡയറക്റ്റ് കോസ് തീറ്റ എന്ന് എഴുതാനുള്ളൊരു ഇത് കാണിക്കണം. അപ്പം എന്ത് വന്നു, സൈൻ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, 2 സൈൻ തീറ്റ കോസ് തീറ്റയുടെ ഇക്വേഷൻ എന്താണ്? 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്തിന്റെ ഇക്വേഷൻ ആണ്? സൈൻ 2 തീറ്റയുടെ ഇക്വേഷൻ അല്ലേ അത്, നിങ്ങൾ പഠിച്ചിട്ടില്ലേ സൈൻ 2 തീറ്റ. അപ്പോൾ ആ ഇക്വേഷനൊക്കെ ഇവിടെ വേണം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഇതിന് നമുക്ക് എന്ത് കൊടുക്കാം, സൈൻ 2 തീറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ അതായത് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. കാരണം സൈൻ ഇൻവേഴ്സും വെറും സൈനും കൂടെ എന്താവും, ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി എന്ത് വരും, എക്സ് വരും. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, എക്സ് ആണ്. ഓക്കെ, അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് എന്താണ്, സൈനും ക്യാൻസൽ ആയി പോയി ബാക്കി എന്ത് വരും, 2 തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 തീറ്റ എന്ന് ആൻസർ വന്നു. പക്ഷെ 2 തീറ്റ ആണോ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? അല്ല, 2 സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഓക്കെ, 2 ഉണ്ട്, ഇനി തീറ്റയ്ക്ക് പകരം സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഈ സൈൻ ഇൻവേഴ്സ് എക്സ് എവിടെ നിന്ന് വന്നു? ഇപ്പോഴാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യം പുട്ട് ചെയ്യാൻ പറഞ്ഞ വാല്യൂ ഇല്ലേ, പുട്ട് ചെയ്യാൻ പറഞ്ഞ വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ എന്നായിരുന്നു. ഇവിടുന്ന് തീറ്റ എന്ത് വരും, തീറ്റ ഇവിടെ സൈൻ ആയിട്ട് കിടക്കുന്നത്. അപ്പൊ സൈൻ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് വരും, സൈൻ ഇൻവേഴ്സ് ആവും. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആവും. ഓക്കെ, അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ആവും. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഈ തീറ്റയുടെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കും 2 സൈൻ ഇൻവേഴ്സ് എക്സ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്താണ് ചെയ്തത്, ഇവിടെ നമുക്കൊരു പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ കാണും. അപ്പൊ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ട് എന്ത് ഇട്ട് കൊടുക്കും, എക്സിന് വാല്യൂസ് ഇട്ട് കൊടുക്കും. ആ വാല്യൂസ് ഇട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നമ്മൾ പറയാം. അപ്പൊ എക്സിന് സൈൻ തീറ്റ എന്നിട്ട് കൊടുത്തു, 2 സൈൻ തീറ്റ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ ആണ്. റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ആണ്. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 2 തീറ്റ ആണ്. അത് സൈൻ ഇൻറ്റു സൈൻ ക്യാൻസൽ ആയി പോയി 2 തീറ്റ വന്നു. ഓക്കെ, 2 തീറ്റ വന്നു. തീറ്റയ്ക്ക് പകരം എന്താണ് ഇട്ട് കൊടുത്തു, ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ആണ്. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്, 2 സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അതാണ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ 1 മൈനസ് എക്സ് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ എന്ത് വരും എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 1 മൈനസ് എക്സ് സ്ക്വയർ എന്തിനാണ് അവർ തന്നേക്കുന്നത്, അത് ഈ ഇക്വേഷനകത്ത് നിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ 1 മൈനസ് എന്തെങ്കിലും എക്സ് സ്ക്വയറോ വൈ സ്ക്വയർ എന്നൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ അപ്പോഴേ ആലോചിച്ചോണം, അത് ഈ ഇക്വേഷൻ രൂപീകരിക്കാനാണ് അവരെന്ത് തന്നേക്കുന്നത്, ആ എക്സ് സ്ക്വയർ തന്നേക്കുന്നത്. അപ്പോൾ എക്സിന് നമ്മൾ സൈനോ കോസോ സ്യൂട്ടബിൾ ആയിട്ടുള്ള വാല്യൂസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. tan inverse 1/2 plus tan inverse 2/11 is equal to tan inverse 3/4. ഇതങ്ങനെ ചെയ്യും. ഇത് ഏതിന്റെ രൂപത്തിലാണ് കിടക്കുന്നത്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് നമുക്ക് ഇക്വേഷൻ പഠിക്കാം. ഇക്വേഷനകത്ത് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്താണ് ഇതിന്റെ, ഏതാണ്, tan inverse x plus
ടാൻ ഇൻവേഴ്സ് വൈ എന്നുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ ആ ഇക്വേഷൻ എന്താണെന്ന് ഞാൻ എഴുതാം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മേളിൽ എന്ത് വരും, എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ താഴെ 1 മൈനസ് എക്സ് വൈ. ഇതാണ് ആ ഇക്വേഷൻ. എക്സ് ഏതാണ്, 1/2 ആണ്. വൈ ഏതാണ്, 2/11. ബാക്കിയെല്ലാം പ്രൂവ് ചെയ്തൂടെ? ഓക്കെ, ഇനി ഇത് നമുക്ക് ടാൻ ഇൻവേഴ്സ് 1/2 കൊണ്ടുവരുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ, എക്സിന്റെ സ്ഥാനത്ത് ഇത് 1/2 പ്ലസ് 2/11 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ. എക്സ് വൈ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 2/11. ഓക്കെ, ടാൻ ഇൻവേഴ്സ് ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യും. 11 പ്ലസ് 4 ഡിവൈഡ് ബൈ 22 ഡിവൈഡ് ബൈ 1 മൈനസ് 2 ഇൻറ്റു 20 ക്യാൻസൽ ആയി പോയില്ലേ. അപ്പോൾ 1/11 എന്ന് വരും. അപ്പോൾ 11 മൈനസ് 1 ഡിവൈഡ് ബൈ 11. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ടാൻ ഇൻവേഴ്സ് 11 പ്ലസ് 4 15. 15 ഡിവൈഡ് ബൈ 22 ഇൻറ്റു 11 ഡിവൈഡ് ബൈ 10. കാരണം 11 മൈനസ് 1 10 ആണ്. അപ്പോൾ 10/11 എന്ന് വരും. അപ്പം ഇത് ഡിവൈഡ് ചെയ്ത് കിടക്കുക. അപ്പം മേളിൽ പോയി മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, റെസിപ്രോക്കറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ. അത് 11 22 ക്യാൻസൽ ചെയ്യാം, 2. 10 5 ക്യാൻസൽ ചെയ്യാം, 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ 2 വരും, 3 വരും. ഓക്കെ, അപ്പോൾ ടാൻ ഇൻവേഴ്സ് എന്ത് വന്നു, 3 മേളിൽ വന്നു, 2 ഇൻറ്റു 2 4 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ടാൻ ഇൻവേഴ്സ് 3/4. അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ അപ്ലൈ ചെയ്തത്, ഞാൻ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ. അതാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തത്. അപ്പം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്, ഇക്വേഷൻ പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നിങ്ങളുടെ ബോർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇക്വേഷൻ അറിയാൻ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുള്ള ഇക്വേഷൻസ് ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് റൈറ്റ് ചെയ്യാം, എഴുതിയെടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് സൈൻ ഇൻവേഴ്സ് 2x റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 കോസ് ഇൻവേഴ്സ് എക്സ്. ഇത് എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ആ LHS സെയിം തന്നെയാണ്, പക്ഷെ RHS എന്താണ്, RHS ഡിഫറെൻ്റ് ആണ്. RHS 2 സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരുന്നു നേരത്തെ, പക്ഷെ ഇവിടെ 2 കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. ഇതെങ്ങനെ ചെയ്യും? അപ്പോൾ എക്സിന് എന്തെങ്കിലും വാല്യൂ ഇട്ട് കൊടുക്കാനേ പറ്റൂ. എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുക്കാം? ഓക്കെ, സൈൻ ഇട്ട് കൊടുക്കാം. സൈൻ ഇട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്ത് വരുത്തുള്ളൂ? സൈൻ ഇൻവേഴ്സ് 2 സൈൻ ഇൻവേഴ്സ് എക്സ്. നേരത്തെ ചോദ്യത്തിന്റെ ആൻസർ അല്ലേ വരത്തുള്ളൂ. അപ്പോൾ എക്സിന് സൈൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എക്സിന് എന്ത് കൊടുക്കണം? എക്സിന് നമുക്കിപ്പം കോസ് കൊടുത്ത് നോക്കാം, കോസ് തീറ്റ കൊടുത്ത് നോക്കാം. ഓക്കെ, തീറ്റ ഇസ് ഈക്വൽ ടു, അപ്പോൾ എന്ത് വരും, കോസ് ഇൻവേഴ്സ് എക്സ് വരും. ഇങ്ങനെ ആദ്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ പാടില്ല കേട്ടോ. ഇങ്ങനെ ആദ്യം എഴുതി വെക്കാം. എക്സിന് എന്തിനു കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ആ തീറ്റയ്ക്ക് നമുക്ക് എന്ത് കൊടുക്കാം, കോസ് ഇൻവേഴ്സ് ആക്കി എഴുതണം. അടുത്ത് നോക്കേ, ഇനി ഞാൻ കോസ് കൊടുക്കുകയാണെ, സൈൻ ഇൻവേഴ്സ് 2 ഇൻറ്റു 2 എക്സിന് പകരം കോസ് തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്, സൈൻ സ്ക്വയർ തീറ്റ. റൂട്ട് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ വെറും സൈൻ തീറ്റ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 2 കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. അപ്പം ഇതിങ്ങനെ വരത്തില്ലേ, സൈൻ ഇൻവേഴ്സ് 2 കോസ് തീറ്റ സൈൻ തീറ്റ. 2 കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, 2 കോസ് തീറ്റ സൈൻ തീറ്റ. 2 കോസ് തീറ്റ സൈൻ തീറ്റ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ. 2 സൈൻ തീറ്റ കോസ് തീറ്റ തന്നെയാണ്. അതായത് സൈൻ 2 തീറ്റയുടെ ഇക്വേഷൻ അല്ലേ ഇത്, സൈൻ 2 തീറ്റ. ഓക്കെ, സൈൻ 2 തീറ്റ വരും. അവിടെ ഇത് സൈൻ 2 തീറ്റയുടെ ഇക്വേഷൻ എന്തായിരുന്നു, 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നായിരുന്നു. പക്ഷെ ഇവിടെ കിടക്കുന്ന എങ്ങനെയാണ്, 2 കോസ് തീറ്റ സൈൻ തീറ്റ മൾട്ടിപ്ലൈ കിടക്കുമല്ലേ. അപ്പോൾ നിങ്ങൾ ഓർഡർ ഒന്നും നോക്കണ്ട. ഇത് ഇക്വേഷൻ പറഞ്ഞേക്കുന്നത് സൈൻ 2 തീറ്റയുടെ ഇക്വേഷൻ ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്ന് വന്നു. അപ്പോൾ സൈനും സൈനും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താവും, ഓക്കെ, ബാക്കിയുള്ള 2 തീറ്റ മാത്രം എടുത്ത് എഴുതി. കാരണം സൈൻ ഇൻവേഴ്സും സൈനും കൂടെ ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ള 2 തീറ്റ വന്നു. 2 തീറ്റ വന്നപ്പോൾ തീറ്റയ്ക്ക് എന്താണ് വാല്യൂ, കോസ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ 2 കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നേരത്തെയുള്ള ഇവിടെ സൈൻ ഇൻവേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എക്സ് എന്ത് കൊടുക്കും, സൈൻ എന്ന് കൊടുക്കും, സൈൻ തീറ്റ എന്ന് കൊടുക്കും. കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എക്സ് എന്ത് കൊടുക്കും, കോസ് തീറ്റ എന്ന് കൊടുക്കും. അപ്പോൾ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് പഠിച്ചാലേ നമുക്ക് ഏത് കൊടുക്കണം എന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പം ഇത് രണ്ടും വന്നാൽ നിങ്ങൾ തെറ്റിക്കത്തില്ലല്ലോ. ഇത് വരുമ്പോൾ എക്സിന് കോസ് എന്ന് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, കാരണം 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എവിടെയെങ്കിലും ടേം ഉണ്ടെങ്കിൽ നിങ്ങൾ സൈനോ കോസോ ആയിരിക്കും കൊടുക്കേണ്ടതെന്നാണ് എന്താണ് പറയുന്നത്. ഓക്കെ,
അപ്പോൾ നിങ്ങളത് അത് എഴുതിയെടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് കോട്ട് ഇൻവേഴ്സ് ഇൻറ്റു 1/√ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻ സിംപ്ലസ്റ്റ് ഫോം. സിംപ്ലസ്റ്റ് ഫോമിൽ ഇതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും നിങ്ങൾ നോക്കേ. നേരത്തെ 1 - x² എന്ന് വന്നു, ഇപ്പം x² - 1 വന്നിരിക്കുന്നു. അപ്പോൾ എങ്ങനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നവർ? എന്തായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്? അതിന് നിങ്ങൾ 3 ഇക്വേഷൻ പഠിച്ചിരിക്കണം. നമ്മൾ ഐഡന്റിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചിട്ടില്ലായിരുന്നോ? sin square theta plus cos square theta is equal to 1. അടുത്തത് sec square theta minus tan square theta is equal to 1. അടുത്തത് cosec square theta minus cot square theta is equal to 1. അപ്പോൾ ഈ 3 ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ എന്നാലേ ഈ x² - 1 1 - x² പോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും കൊടുക്കേണ്ടത്? ഏത് ഇക്വേഷൻ ആയിരിക്കും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഇത് കോട്ടുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? കോട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഞാൻ ഏത് ഇക്വേഷൻ ആയിരിക്കും കൊടുക്കേണ്ടത്? എക്സിന് എന്ത് വാല്യൂ ആയിരിക്കും കൊടുക്കേണ്ടത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കേ. ഞാനൊന്ന് ജസ്റ്റ് നമുക്ക് ആലോചിച്ച് നോക്കാം. ഇപ്പം ഞാൻ എക്സിന് സീക്ക് കൊടുക്കുവാണ്. എക്സിന് എന്ത് കൊടുക്കുകയാണ്? സീക്ക് കൊടുക്കുകയാണ്. സീക്ക് കൊടുക്കുകയാണെങ്കിൽ sec square theta minus 1 എന്ന് വരും. ഓക്കെ, sec square theta minus 1 എന്ന് വരും. sec square theta minus 1 എന്താണ്? അതായത് sec square ഇവിടെ കിടക്കുന്നു, ആ 1 ഇപ്പുറത്ത് വരുന്നു, അപ്പോൾ -1 ആയി. sec square theta minus 1 എന്ന് പറയും മൈനസ് ടാൻ സ്ക്വയർ അപ്പുറത്ത് വരും, അപ്പോൾ പ്ലസ് ടാൻ സ്ക്വയർ. അപ്പോൾ sec square theta minus 1 എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ തീറ്റ ആണ്. ഓക്കെ, അപ്പോൾ റൂട്ടിനകത്ത് എന്ത് വരും? ടാൻ സ്ക്വയർ തീറ്റ വരും. റൂട്ടിനകത്ത് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ടിന് പുറത്ത് എന്ത് വരും? ടാൻ തീറ്റ വരും. അനി 1/tan തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാനിൻ്റെ റെസിപ്രോക്കൽ കോട്ട്. അപ്പം 1/tan തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് തീറ്റ വരും. അപ്പോൾ കോട്ട് തീറ്റ വന്നാൽ അപ്പുറത്തും കോട്ട കിടക്കുന്നത്, അപ്പോൾ രണ്ടും ക്യാൻസൽ ആയിപ്പോൾ കൂടെ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. കണക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കിയാൽ അതിന് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിന് എന്ത് കൊടുക്കാം? sec തീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് 1/√ ഓഫ് sec square theta minus 1. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് 1/√ ഓഫ് sec square theta minus 1 എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ തീറ്റ, റൂട്ട് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റ. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് 1/tan തീറ്റ എന്ന് പറയുന്നത് കോട്ട് തീറ്റ. കോട്ട് ഇൻവേഴ്സ് കോട്ട് തീറ്റ എന്ന് പറയുന്നത് തീറ്റ. എക്സ് ഇസ് ഈക്വൽ ടു sec തീറ്റ അല്ലേ? അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു sec ഇൻവേഴ്സ് എക്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? sec ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ആ കണക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എന്താ ഉദ്ദേശിച്ചത്, ഈ 3 ഐഡന്റിറ്റി നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ x² - 1 എന്നാണ് വന്നത്. x² - 1 ആകുമ്പം ഇതാവും, ഈ ഇക്വേഷൻ ഒരിക്കലും വരത്തില്ല. കാരണം ഇത് 1 - x² ആയിട്ട് വരത്തുള്ളൂ. ഇതാണ് x² - 1 ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ x² - 1 എന്ന് വന്നപ്പോൾ ഞാൻ എന്താ എക്സിന് sec തീറ്റ എന്ന് കൊടുത്തു. എന്തിനാണ് sec തീറ്റ എന്ന് കൊടുത്തത്? കാരണം sec square theta minus 1 tan square തീറ്റയാണ്. ടാൻ സ്ക്വയർ തീറ്റ റൂട്ട് എടുക്കുമ്പോൾ ടാൻ തീറ്റയാണ്. 1/tan തീറ്റ എന്ന് പറയുന്നത് കോട്ടാണ്. ആ കോട്ട് തന്നെയാണ് ഇപ്പുറത്ത് കോട്ട് ഇൻവേഴ്സ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അത് രണ്ട് ക്യാൻസൽ ചെയ്ത് കളയാൻ, അതുകൊണ്ടാണ് ഞാൻ സീക്ക് എന്ന് കൊടുത്തത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ടാൻ ഇൻവേഴ്സ് 1/√ ഓഫ് x² - 1 ഇൻ സിംപ്ലസ്റ്റ് ഫോം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ എന്ത് കൊടുക്കും? എക്സിന് നിങ്ങൾ ഏത് വാല്യൂ കൊടുക്കും എന്ന് പറഞ്ഞേ? എക്സിന് ഏത് വാല്യൂ കൊടുക്കും? അതായത് ടാൻ ഇൻവേഴ്സ് പുറത്തുണ്ട്, അകത്ത് എന്ത് വരണം? ടാൻ വരണം. അപ്പം അതിന് ഉദ്ദേശിക്കുന്ന ഏത് വാല്യൂ ആണ്? ഇവിടെ ടാൻ വരണമെങ്കിൽ 1/ എന്ത് വരണമായിരിക്കും? 1/, ഇവിടെ ടാൻ ഇൻവേഴ്സ് ടാൻ എന്ന് വരണം. ഓക്കെ, ഇവിടെ ടാൻ വരണമെങ്കിൽ 1/, നടക്കുന്നത്. അപ്പം നമ്മൾ താഴെ എന്തുമായിരിക്കും? 1/, കോട്ടായാലല്ലേ ഈ 1/, കോട്ട് മാറി ടാൻ ആവും. അപ്പം ഇവിടെ കോട്ട് വരണം അല്ലേ? താഴെ കോട്ട് വരണം. താഴെ കോട്ട് വരണം എന്നുണ്ടെങ്കിൽ കോട്ടിൻ്റെ ഇക്വേഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എക്സിന് ഏത് വാല്യൂ കൊടുക്കും? നേരത്തെ വാല്യൂ നോക്കേ, നേരത്തെ ഉള്ള വാല്യൂ നോക്കേ. എക്സിന് കൊസീക്ക് എന്ന് കൊടുത്താലേ പറ്റൂ. എക്സിന് കൊസീക്ക് തീറ്റ എന്ന് കൊടുക്കണം. ഇനി കൊസീക്ക് തീറ്റ എന്ന് കൊടുത്ത് നോക്കേ, ടാൻ ഇൻവേഴ്സ് 1/√ ഓഫ് x² പകരം കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 ടാൻ ഇൻവേഴ്സ് 1/, കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്താണ്? കോട്ട് സ്ക്വയർ തീറ്റ. അപ്പോൾ റൂട്ട് ഓഫ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് വരും. ഓക്കെ, ഇനി ടാൻ ഇൻവേഴ്സ് 1/, റൂട്ട് ഓഫ് കോട്ട് സ്ക്വയർ തീറ്റ എന്താണ്? റൂട്ടിന് പുറത്ത് വരുമ്പോൾ വെറും കോട്ട് തീറ്റ. ഓക്കെ, ടാൻ ഇൻവേഴ്സ് 1/, കോട്ട് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റ. ടാൻ കൂടെ ക്യാൻസൽ ആയി പോയി തീറ്റ മാത്രം വരും അല്ലേ? തീറ്റ ഇസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ്.
ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് എക്സ്. ഇതെങ്ങനെ ചെയ്യും? ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ ട്രിഗണോമെട്രി ചാപ്റ്ററിനകത്ത്, അതായത് +1 ട്രിഗണോമെട്രി ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാകും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണെങ്കിൽ 1 മൈനസ് കോസ് എക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാറ്റും? 1 മൈനസ് കോസ് എക്സ് മാറ്റം 1 പ്ലസ് കോസ് എക്സ് മാറ്റം എങ്ങനെയായിരിക്കും? അതിനെ ഞാൻ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് cos 2x ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. cos 2x 2 ഇക്വേഷൻ ഉണ്ട്, 2 അല്ല 3 ഇക്വേഷൻ ഉണ്ട്. എന്നാലും നമുക്ക് 2 ഇക്വേഷൻ മാറ്റി ഇവിടെ. cos 2x = 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. അടുത്തത് cos 2x = 2 cos സ്ക്വയർ എക്സ് മൈനസ് 1. ഇത് 2 ഇക്വേഷൻ ഭയങ്കര സിമ്പിൾ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ cos 2x = 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്, cos 2x = 2 cos സ്ക്വയർ എക്സ് മൈനസ് 1. അപ്പോൾ ഇവിടെ വെറും cos x ആണ് നിൽക്കുന്നത് അല്ലേ? വെറും cos x ആണ് നിൽക്കുന്നത്. അപ്പോൾ വെറും cos x ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഇവിടെ 2x വന്നപ്പോൾ അവിടെ x വന്നു. അപ്പോൾ ഇവിടെ cos x വരുമ്പോൾ അവിടെ എന്ത് വരണം? x/2 വരണം, കാരണം പകുതിയാണ് വരേണ്ടത്. അപ്പോൾ cos x = 1 മൈനസ് 2 cos സൈൻ സ്ക്വയർ എക്സ് വന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് 1 മൈനസ് cos x കണ്ടെത്താവൂ. 1 മൈനസ് cos x, cos x അപ്പുറം പോവും, 2 സൈൻ സ്ക്വയർ എക്സ് ഇപ്പുറത്ത് വരും. അപ്പോൾ 1 മൈനസ് cos x ന്റെ വാല്യൂ എന്താണ്? 1 മൈനസ് cos x ന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 സൈൻ സ്ക്വയർ x/2 ആണ്. അടുത്ത 1 പ്ലസ് cos x ന്റെ വാല്യൂ എന്താണ്? 1 പ്ലസ് cos x ന്റെ വാല്യൂ 1 മൈനസ് 1 ഇപ്പുറത്ത് വരും. അപ്പോൾ cos x പ്ലസ് 1 വരും. cos x പ്ലസ് 1 എന്നാൽ 2 cos സ്ക്വയർ x/2. അപ്പോൾ 2 cos സ്ക്വയർ x/2. ഓക്കെ, ഇട്ട് നമുക്ക് 2 × 2 ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ ടാൻ സ്ക്വയർ x/2. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ x/2, ടാൻ സ്ക്വയർ റൂട്ടിന് പുറത്ത് വരുമ്പോൾ ടാൻ x/2 ആവും. ടാൻ ഇൻവേഴ്സ് ടാൻ എന്ന് പറയുമ്പോൾ ഓക്കെ, അത് ക്യാൻസൽ ആയി പോയി x/2 വരും. ഇതാണ് സിംപ്ലസ്റ്റ് ഫോം. അപ്പോൾ നിങ്ങൾ 2 ഇക്വേഷൻ പഠിക്കുക. cos 2x ഇക്വേഷൻ പഠിക്കുക, cos 2x കോസിലുള്ള ഇക്വേഷനും പഠിക്കുക. അപ്പോൾ അവിടുന്നാണ് 1 മൈനസ് cos x 1 പ്ലസ് cos x നമ്മൾ മാറ്റിയത്. ഓക്കെ, ഇവിടുന്ന് 1 പ്ലസ് cos x മാറ്റുന്ന അറിയാവോ? 1 പ്ലസ് cos x ലഭിക്കണമെങ്കിൽ കോസിലുള്ള ഇക്വേഷൻ എടുക്കണം, കോസിലുള്ള ഇക്വേഷൻ എടുക്കണം. 1 മൈനസ് cos x ലഭിക്കണമെങ്കിൽ കോസിൽ സൈനിലുള്ള ഇക്വേഷൻ എടുക്കണം. എന്നാലേ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ ടാൻ ഇൻവേഴ്സ് = x/√(a² - x² എന്നുള്ളതാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. സിംപ്ലസ്റ്റ് ഫോം ഇതെങ്ങനെ സിംപ്ലസ്റ്റ് ഫോം എഴുതും? നമുക്ക് √1 - x² വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം എക്സിന് എന്താ കൊടുക്കുന്നത്? എക്സിന് സൈനോ കോസോ കൊടുക്കാം. പക്ഷെ ഇവിടെ a² - x² ആണ്. ഇവിടെ 1 അല്ല, ഇവിടെ a ആണ്. അപ്പോൾ a വരുമ്പോൾ എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എക്സിന് a എന്നും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് എക്സിന് x = a sin θ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ a cos θ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമുക്ക് a sin θ ചെയ്ത് നോക്കാം, ചെയ്തത് കിട്ടുന്നു നോക്കാം. അല്ലെങ്കിൽ നമുക്ക് a cos θ ചെയ്യാം. അപ്പം x = a sin θ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ sin θ എന്ത് വരും? x/a വരും. θ = sin ഇൻവേഴ്സ് x/a വരും. അതവിടെ കിടക്കട്ടെ. ഓക്കെ, അതവിടെ കിടക്കട്ടെ. നമുക്ക് എക്സിന് എന്ത് കൊടുക്കാം? a sin θ കൊടുത്തു നോക്കാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് = a sin θ ഡിവൈഡ് ബൈ √(a² - x²) a sin θ കൊടുത്തു കഴിഞ്ഞാൽ a² sin സ്ക്വയർ θ വരും. ടാൻ ഇൻവേഴ്സ് a sin θ ഡിവൈഡ് ബൈ √(, ഇവിടെ ഉണ്ട് a², ഇവിടെ ഉണ്ട് a², ആ a² കോമൺ എടുക്കും. അപ്പോൾ എന്ത് വരും? a വരും. റൂട്ടിന് പുറത്ത് വരുമ്പോൾ a വരും. √(1 മൈനസ് സൈൻ സ്ക്വയർ θ). ഈ എയും ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ടാൻ ഇൻവേഴ്സ് സൈൻ θ ഡിവൈഡ് ബൈ √(1 മൈനസ് സൈൻ സ്ക്വയർ θ) കോസ് സ്ക്വയർ θ. √(cos സ്ക്വയർ θ) വെറും cos θ. ഓക്കെ, cos θ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് സൈൻ θ ഡിവൈഡ് ബൈ cos θ ടാൻ θ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ θ എന്ന് വരും, θ എന്ന് വരും. θയുടെ വാല്യൂ എന്താണ്? സൈൻ ഇൻവേഴ്സ് x/a. ഓക്കെ, ഇതല്ലേ? കാരണം x = a sin θ ആണ്. ആ a ഇങ്ങപ്പുറത്ത് വരുമ്പോൾ x/a ആവും. അപ്പോൾ θ കണ്ടുപിടിക്കുമ്പോൾ സൈൻ ഇങ്ങപ്പുറത്ത് പോയി സൈൻ ഇൻവേഴ്സ് ആവും. അപ്പോൾ ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, x = a² - x² എന്നുള്ളത് എക്സിന് എന്ത് കൊടുക്കും? a sin θ കൊടുക്കും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം ടാൻ ഇൻവേഴ്സ് ഓഫ് 3a² x - x³ ഡിവൈഡ് ബൈ a³ - 3ax². ഇതാണ് സിംപ്ലസ്റ്റ് ഫോം ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ 3 ഒക്കെ കണ്ടിട്ട് x²ഉം a³ 3ax² കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ?
ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചൊരു ഫോർമുലയാണ്. ഏതിൻ്റെ ഫോർമുലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ tan 3θയുടെ ഫോർമുലയാണ്. tan 3θയുടെ ഫോർമുല എന്ന് പറയുന്നത് 3 tan θ മൈനസ് tan ക്യൂബ് θ ഡിവൈഡ് ബൈ 1 മൈനസ് 3 tan സ്ക്വയർ θ. ഇതാണ് tan 3θയുടെ ഇക്വേഷൻ. ആ ഇക്വേഷൻ്റെ രൂപത്തിൽ നമ്മൾ ഇതിനെ ആക്കണം. എങ്ങനെയായിരിക്കും ആക്കുന്നത്? എക്സിന് എന്ത് കൊടുക്കാം? എക്സിന് a tan θ എന്ന് കൊടുക്കാം. എക്സിന് a tan θ എന്ന് കൊടുക്കാം. അപ്പോൾ tan ഇൻവേഴ്സ് 3a സ്ക്വയർ ഇൻറ്റു a tan θ മൈനസ് a ക്യൂബ് tan ക്യൂബ് θ. എക്സ് ക്യൂബ് എന്താവും? a ക്യൂബ് tan ക്യൂബ് θ ആവും. ഡിവൈഡ് ബൈ a ക്യൂബ് അതുപോലെ എഴുതുക മൈനസ് 3a ഇൻറ്റു എക്സ് സ്ക്വയർ എന്താവും? എക്സ് സ്ക്വയർ a സ്ക്വയർ tan സ്ക്വയർ θ ആവും. ഓക്കെ, ഇനി tan ഇൻവേഴ്സ് 3a സ്ക്വയർ എന്നുള്ളത് 3a ക്യൂബ് ആവും. 3a ക്യൂബ് tan θ മൈനസ് a ക്യൂബ് tan ക്യൂബ് θ ഡിവൈഡ് ബൈ a ക്യൂബ് മൈനസ് 3a ക്യൂബ് tan സ്ക്വയർ θ. ഇവിടുന്ന് എന്ത് ക്യാൻസൽ ചെയ്ത് കളയാം? a ക്യൂബ് എല്ലായിടത്തും ഇല്ലേ? അതും ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ഇനി tan ഇൻവേഴ്സ് 3 tan θ മൈനസ് tan ക്യൂബ് θ ഡിവൈഡ് ബൈ 1 മൈനസ് 3 tan സ്ക്വയർ θ. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? tan 3θയുടെ ഇക്വേഷൻ ആണ്. അപ്പോൾ tan ഇൻവേഴ്സ് tan 3θ. അപ്പോൾ tan ഇൻവേഴ്സ് tan 3θ എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ? 3θ. 3θ നമുക്ക് എങ്ങനെ എഴുതാം? θ നമുക്ക് എങ്ങനെ എഴുതാം? tan θ എക്സ് ഇസിക്കൽ a tan θ എന്ന് എഴുതിയില്ലേ? അപ്പോൾ tan θ ഇസിക്കൽ ടു എങ്ങനെ എഴുതാം? എക്സ് ബൈ എ എന്ന് എഴുതാം. എക്സ് ബൈ എന്ന് എഴുതാം. θ ഇസിക്കൽ ടു tan ഇൻവേഴ്സ് എക്സ് ബൈ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 3θ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു tan ഇൻവേഴ്സ് എക്സ് ബൈ എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും അത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇവിടെ എന്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? a tan θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്തിനു വേണ്ടിയാണ് a tan θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? tan 3θയുടെ ഫോർമുല ആക്കാൻ വേണ്ടിയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. tan 3θയുടെ ഫോർമുല എന്താണ്? 3 tan θ മൈനസ് tan ക്യൂബ് θ ഡിവൈഡ് ബൈ 1 മൈനസ് 3 tan സ്ക്വയർ θ. അതാണ് tan 3θയുടെ ഫോർമുല. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സിംപ്ലസ്റ്റ് ഫോം ആക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan ഇൻവേഴ്സ് 2 കോസ് 2 സൈൻ ഇൻവേഴ്സ് 1/2. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കണ്ടുപിടിക്കും. നമുക്ക് ബ്രാക്കറ്റിന്റെ ഏറ്റവും ലാസ്റ്റ് നിന്ന് ചെയ്ത് തുടങ്ങാം. ഇവിടുന്ന് ചെയ്ത് തുടങ്ങാം, എന്നിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ നമുക്കറിയാമല്ലോ സൈൻ ഇൻവേഴ്സ് 1/2. അതിന്റെ ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് സൈൻ ഇൻവേഴ്സ് 1/2ന്റെ ഫോർമുല? സൈൻ ഇൻവേഴ്സ് 1/2 ഇക്വേഷൻ. സൈൻ ഇൻവേഴ്സ് 1/2നെ y എന്ന് വിളിക്കുന്നു. സൈൻ y ഈക്വൽ ടു 1/2 എന്ന് എഴുതുന്നു. സൈൻ y ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? സൈൻ്റെ രൂപത്തിൽ എങ്ങനെ എഴുതാം? 1/2നെ π/6 എന്ന് എഴുതണം. അപ്പോൾ y ഈക്വൽ ടു π/6. അപ്പോൾ സൈൻ 1/2ന്റെ ഇക്വേഷൻ അല്ല വാല്യൂ π/6. അപ്പോൾ tan ഇൻവേഴ്സ് 2 കോസ് 2 ഇൻറ്റു π/6. അപ്പോൾ tan ഇൻവേഴ്സ് 2 കോസ് 2ഉം 6ഉം കൂടെ ക്യാൻസലായി 3 വന്നു. അപ്പോൾ കോസ് π/3 വന്നു. ഓക്കെ, അപ്പോൾ tan ഇൻവേഴ്സ് കോസ് π/3 വന്നു. കോസ് π/3യുടെ ഫോർമുല എന്താണ്? കോസ് π/3യുടെ ഫോർമുല 2 ഇൻറ്റു കോസ് π/3 നമുക്കറിയണേ. കോസ് π/3 എന്ന് പറഞ്ഞാൽ എന്താ? കോസ് 60. കോസ് 60 എന്ന് പറയുന്നത് 1/2 ആണ്. ഓക്കെ, 2 2 ക്യാൻസലായി tan ഇൻവേഴ്സ് 1 വന്നു. tan ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? π/4 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഇക്വേഷൻ, അതാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ നമ്മൾ സൈൻ ഇൻവേഴ്സ് 1/2 ചെയ്തു, അതിനുശേഷം കോസ് π/3 ചെയ്തു, അതിനുശേഷം tan 1 ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് ഈ കണക്ക് ചെയ്യാം. ഈ കണക്ക് എങ്ങനെ ചെയ്യും? ഈ കണക്ക് സിമ്പിളാണ്. നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ? ഇതിനെ നമുക്ക് കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ tan ഇൻവേഴ്സ് കോസ് എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് 1 വരും, മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് tan എക്സ് വരും. അടുത്ത കോസ് എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് 1 വരും, പ്ലസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് tan എക്സ് വരും. ഓക്കെ, ആണല്ലോ. ഇതെന്തിൻ്റെ ഫോർമുല ആയിരിക്കും നിങ്ങൾക്ക് അറിയാമോ? ഇത് ഈ ഫോർമുലയാണ് കിടക്കുന്നത്. ഈ ഫോർമുലയാണ് കിടക്കുന്നത്. tan ഇൻവേഴ്സ് എന്താണ്? tan ഇൻവേഴ്സ് എക്സ് മൈനസ് tan ഇൻവേഴ്സ് വൈ എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് എക്സ് മൈനസ് ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് വൈ. ഈ ഫോർമുലയിലല്ലേ, അതായത് ഈ ഫോമിലല്ലേ ഇത് കിടക്കുന്നത്? tan ഇൻവേഴ്സ് ഉണ്ട്, tan ഇൻവേഴ്സ് ഉണ്ട്. ഓക്കെ, എക്സിന്റെ സ്ഥാനത്ത് 1 ഉണ്ട്, വൈയുടെ സ്ഥാനത്ത് എന്തുണ്ട്? tan എക്സ് ഉണ്ട്. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് എന്തുണ്ട്? 1 ഉണ്ട്, വൈയുടെ സ്ഥാനത്ത് എന്തുണ്ട്? tan എക്സ് ഉണ്ട്. ഇവിടെ അങ്ങനെ തന്നെയല്ലേ? 1ന്റെ സ്ഥാനത്ത് 1 ഉണ്ട്, എക്സ് വൈയുടെ സ്ഥാനത്ത് 1 ഇൻറ്റു tan എക്സ് ഉണ്ട്. അതാണ് tan എക്സ്. ഓക്കെ, 1 ഇൻറ്റു tan എക്സ് എന്ന എക്സ് ഇൻറ്റു വൈ. ഓക്കെ, എക്സ് ഇൻറ്റു വൈ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം?
ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ്. ടാൻ ഇൻവേഴ്സ് 1 എന്താണ്? ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ 5/4 മൈനസ് ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ്. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എന്ത് വരും? എക്സ് വരും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഇതാണ് എൻ്റെ ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് പ്രോബ്ലം ചെയ്തു. അപ്പോൾ അതിനകത്ത് ചില ടഫ് പ്രോബ്ലംസും ഉണ്ട്. അപ്പം നിങ്ങളത് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഞാനിത് ഹോംവർക്ക് തരാണ്. 3 ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഇത് ടഫ് ഒന്നുമല്ല. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ടഫായിട്ട് തോന്നും, പക്ഷേ നിങ്ങളത് ചെയ്ത് നോക്കുക. എക്സിനുള്ള വാല്യൂസ് നിങ്ങൾ തന്നെ ഇരുന്ന് കണ്ടുപിടിച്ച് നോക്കുക. 1+x² എന്ന് ഇരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. 1 - x² ഉണ്ട്, 1+x² ഉണ്ട്. 1+x² എന്ന് പറയുമ്പം ഏത് ഇക്വേഷൻ എടുക്കും? രണ്ടാമത്തെ മൂന്നാമത്തെ ഇക്വേഷൻ എടുക്കണം. അതായത് sec² - tan² ഇക്വേഷൻ എടുക്കാം, cosec² - cot² ഇക്വേഷൻ എടുക്കാം. അത് ഏതോ ഒരെണ്ണമാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ അടുത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിനകത്ത് ശരിയാവും. അപ്പോൾ നിങ്ങളിത് ഹോംവർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത് ഇന്ന് തന്നെ ഇത് ചെയ്തിട്ട് ഇത് ഗ്രൂപ്പിൽ ഇടുക. പിന്നെ ഞാൻ ഇന്ന് ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻസ് അത് 2 വട്ടം എഴുതി ഗ്രൂപ്പിൽ ഇടുക. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഞാൻ ഹോംവർക്ക് ഒക്കെ ചെയ്ത് നോക്കുക. അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാം ഒരുവിധം ചാപ്റ്ററിൻ്റെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.